ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. മാസ്റ്റർ യുവർ ടൈം, മാസ്റ്റർ യുവർ ലൈഫ് എന്ന ഒരു പോളിസിയെക്കുറിച്ചാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സമയവും ഒരുപോലെയല്ല. ഒരു ദിവസം എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ്. ഒരു കോടീശ്വരന് 24 മണിക്കൂർ, ഒരു സാധാരണക്കാരന് 24 മണിക്കൂർ, ഒരു വിദ്യാർത്ഥിക്ക് 24 മണിക്കൂർ, ഒരു വീട്ടമ്മയ്ക്കും 24 മണിക്കൂർ. പക്ഷേ എല്ലാവരും ആ 24 മണിക്കൂറിൽ ഒരേ ഫലം നേടുന്നില്ല. എന്തുകൊണ്ട്? കാരണം സമയം എത്രയുണ്ട് എന്നതിലല്ല കാര്യം, ആ സമയം എവിടെയാണ് നാം നിക്ഷേപിക്കുന്നത് എന്നതിലാണ് കാര്യം. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ദിവസവും 1 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു. മറ്റൊരാൾ അതേ 1 മണിക്കൂർ ഒരു പുതിയ സ്കിൽ പഠിക്കാൻ ഉപയോഗിക്കുന്നു. 1 വർഷം കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് സമയത്തെ മണിക്കൂറുകളായി മാത്രം കാണരുത്. സമയത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി കാണണം. നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എവിടെയാണ് നിക്ഷേപിക്കുന്നത്, അതാണ് ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഫലത്തെ തീരുമാനിക്കുന്നത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ കുറിച്ചാണ്. ലക്ഷ്യം ഇല്ലെങ്കിൽ സമയം ചിതറിപ്പോകും. എനിക്ക് കൂടുതൽ പണം വേണം എന്നത് ഒരു വ്യക്തമായ ലക്ഷ്യമല്ല. പകരം ഞാൻ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത്ര രൂപ സമ്പാദിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാന മാർഗം ഉണ്ടാക്കും എന്ന് വ്യക്തമായി തീരുമാനിക്കുക. ലക്ഷ്യം എഴുതുന്നത് നിങ്ങളുടെ മനസ്സിന് ഒരു ദിശ നൽകുകയാണ്. മൂന്നാമത്തേതായിട്ട് പ്രൊഡക്റ്റീവ് ടൈം. കൂടുതൽ സമയം ജോലി ചെയ്യുന്നതല്ല, കൂടുതൽ ഫലം നേടുന്നതാണ് ഇനി രണ്ടാമത്തെ വലിയ ആശയം. നമ്മൾ പലപ്പോഴും കരുതുന്നത് കൂടുതൽ സമയം ജോലി ചെയ്താൽ കൂടുതൽ വിജയിക്കാം എന്നാണ്. പക്ഷേ അത് എല്ലായ്പ്പോഴും ശരിയല്ല. പ്രധാനപ്പെട്ടത് എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്നതല്ല, ആ മണിക്കൂറിൽ എത്ര പ്രധാനപ്പെട്ട ജോലി പൂർത്തിയാക്കി എന്നതാണ്. ഒരു ദിവസം 10 മണിക്കൂർ തിരക്കിലായിരുന്ന ഒരാൾക്ക് വളരെ കുറച്ച് ഫലം മാത്രമേ കിട്ടിയുള്ളൂ എന്ന് വരാം. മറ്റൊരാൾ 6 മണിക്കൂർ മാത്രം ജോലി ചെയ്തിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കാം. ഇവിടെ വരുന്നത് പ്രയോറിറ്റി എന്ന ആശയമാണ്. നമ്മുടെ എല്ലാ ജോലികളും ഒരുപോലെ പ്രധാനപ്പെട്ടതല്ല. ചില ജോലികൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. മറ്റു ചില ജോലികൾ ചെയ്താലും ഒന്നും മാറില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ചോദിക്കുക, ഇന്ന് ഞാൻ നിർബന്ധമായും പൂർത്തിയാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ ജോലി ആദ്യം ചെയ്യുക. ചെറിയ കാര്യങ്ങൾ കൊണ്ട് ദിവസം മുഴുവൻ നിറച്ചിട്ട് അവസാനം പ്രധാന ജോലി മാറ്റിവെക്കരുത്. നാലാമത്തേത് ഇൻകം ഇംപ്രൂവ്മെൻറ്റ് ടൈം. നിങ്ങളുടെ വരുമാന ശേഷി വർദ്ധിപ്പിക്കുക. പലരും കൂടുതൽ പണം വേണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ ഒരു പ്രധാന കാര്യം ചിന്തിക്കാറില്ല: എൻ്റെ വാല്യൂ എങ്ങനെ വർദ്ധിപ്പിക്കാം? നമ്മുടെ വരുമാനം പലപ്പോഴും നാം മറ്റുള്ളവർക്ക് നൽകുന്ന വാല്യൂവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു സ്കില്ലുണ്ട്. ആ സ്കിൽ ഉപയോഗിച്ച് മറ്റുള്ളവർ ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. ആ പ്രശ്ന പരിഹാരത്തിന് ആളുകൾ പണം നൽകുന്നു. അപ്പോൾ നിങ്ങളുടെ ഏണിംഗ് എബിലിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ സ്കിൽ വർദ്ധിപ്പിക്കണം. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് കമ്പ്യൂട്ടർ അറിയില്ല. അയാൾ ദിവസവും 8 മണിക്കൂർ ഒരേ ജോലി ചെയ്യുന്നു. മറ്റൊരാൾ ദിവസവും 30 മിനിറ്റ് പുതിയ കമ്പ്യൂട്ടർ സ്കില്ല് പഠിക്കുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വ്യക്തിയുടെ വാല്യൂ ഉയർന്നേക്കാം. അതുകൊണ്ട് ദിവസത്തിൽ കുറച്ച് സമയം സ്വന്തം കഴിവുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. പുസ്തകം വായിക്കുക, ഒരു പുതിയ സ്കിൽ പഠിക്കുക, കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുക, ടെക്നോളജി പഠിക്കുക, സെയിൽസ് പഠിക്കുക. നിങ്ങളുടെ ജോലി കൂടുതൽ നന്നായി ചെയ്യാൻ പഠിക്കുക. സ്വന്തം ഏണിംഗ് എബിലിറ്റിയിൽ നിക്ഷേപിക്കുന്ന സമയം ഒരിക്കലും പാഴാകുന്നില്ല. അഞ്ചാമത്തേത് സ്പെയർ ടൈമിനെ കുറിച്ചാണ്. ഒഴിവു സമയം എങ്ങനെ ഉപയോഗിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ഒഴിവു സമയങ്ങൾ ധാരാളമുണ്ട്. ബസ്സിനായി കാത്തിരിക്കുന്ന സമയം, യാത്ര ചെയ്യുന്ന സമയം, ആരെയെങ്കിലും കാത്തിരിക്കുന്ന സമയം, ജോലിക്കിടയിലെ ചെറിയ ഇടവേളകൾ. ഈ സമയങ്ങൾ പലപ്പോഴും ഫോൺ സ്ക്രോൾ ചെയ്യുന്നതിൽ അവസാനിക്കുന്നു. ഒരു ദിവസം 20 മിനിറ്റ്, അടുത്ത ദിവസം 30 മിനിറ്റ്, അങ്ങനെ വർഷം മുഴുവൻ കൂട്ടിയാൽ വലിയൊരു സമയമാകും. ഈ ചെറിയ സമയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒരു പുസ്തകം വായിക്കാം, ഓഡിയോ ബുക്ക് കേൾക്കാം, ഒരു ലാംഗ്വേജ് പഠിക്കാം, ഒരു സ്കിൽ പഠിക്കാം, നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം, അടുത്ത ദിവസത്തെ പ്ലാനിങ് നടത്താം. ഇവിടെ ലക്ഷ്യം 24 മണിക്കൂറും ജോലി ചെയ്യുക എന്നല്ല, പകരം നമുക്ക് ലഭിക്കുന്ന സമയത്തെ ബോധപൂർവം ഉപയോഗിക്കുക എന്നതാണ്. ആറാമത്തേത് വർക്ക് ടൈമിനെ കുറിച്ചാണ്. ജോലി ചെയ്യുമ്പോൾ ജോലി മാത്രം ചെയ്യുക. ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്ന ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് ഡിസ്ട്രാക്ഷനാണ്. ഒരു ജോലി ചെയ്യാൻ ഇരിക്കുന്നു, ഫോൺ നോട്ടിഫിക്കേഷൻ വരുന്നു, വാട്സപ്പ് നോക്കുന്നു, ഇൻസ്റ്റഗ്രാം നോക്കുന്നു, യൂട്യൂബ് തുറക്കുന്നു, ഒരു മെസ്സേജ് വരുന്നു, അതിനുശേഷം മറ്റൊരു കാര്യം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രധാന ജോലി പിന്നിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഒരു പ്രധാന ശീലം വളർത്തണം. ഒരു സമയത്ത് ഒരു പ്രധാന ജോലി മാത്രം. ജോലി ചെയ്യുമ്പോൾ ജോലി, വായിക്കുമ്പോൾ വായന.
അതുപോലെ കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ കുടുംബം, വിശ്രമിക്കുമ്പോൾ വിശ്രമം. ഇതാണ് യഥാർത്ഥ ഫോക്കസ്. നമ്മുടെ ശ്രദ്ധ നിരന്തരം ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുമ്പോൾ സമയം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, നമ്മുടെ മെൻ്റൽ എനർജി കൂടിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. പ്രധാനപ്പെട്ട ജോലിക്ക് അൺഇൻറ്ററപ്റ്റഡ് ടൈം മാറ്റിവെക്കുക. 7-ാമത്തേത് പ്രോക്രാസ്റ്റിനേഷൻ. പിന്നീട് ചെയ്യാം എന്ന വാക്കിൻ്റെ അപകടത്തെക്കുറിച്ചാണ് പറയുന്നത്. സമയത്തെ നശിപ്പിക്കുന്ന മറ്റൊരു വലിയ കാര്യം പ്രോക്രാസ്റ്റിനേഷനാണ്. നമുക്ക് ചെയ്യേണ്ട കാര്യം അറിയാം, പക്ഷെ നമ്മൾ പറയുന്നു ഇന്ന് വേണ്ട, നാളെ ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, അങ്ങനെ നാളെ വീണ്ടും അതേ കാര്യം. ഇതാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ജോലി ചെയ്യാൻ മടിക്കുന്നത് ജോലി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാത്തത് കൊണ്ടാണ്. അതിനാൽ വലിയൊരു ജോലി ചെറിയ ഭാഗങ്ങളാക്കുക. ഉദാഹരണത്തിന്, എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് മാത്രം ചിന്തിച്ചാൽ അത് വലിയ കാര്യമാണ്. പകരം ഇന്ന് മാർക്കറ്റ് റിസർച്ച് ചെയ്യുക, നാളെ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക, അടുത്ത ദിവസം കോസ്റ്റ് കണക്കാക്കുക, അതിനുശേഷം കസ്റ്റമർ ആരാണെന്ന് തീരുമാനിക്കുക. ഇങ്ങനെ ചെറിയ സ്റ്റെപ്സ് ആക്കുമ്പോൾ വലിയ ജോലി എളുപ്പമാകും. 8-ാമത്തേത് ക്രിയേറ്റീവ് ടൈമിനെ കുറിച്ചാണ്. നിങ്ങളുടെ മനസ്സിൽ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുക. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട്, പക്ഷേ അതിന് സമയം കൊടുക്കണം. നമ്മൾ എപ്പോഴും തിരക്കിലാണ്. ഫോൺ, TV, ജോലി, വീട്ടുകാര്യങ്ങൾ, ശബ്ദം, ഇവയ്ക്കിടയിൽ നമ്മളുടെ സ്വന്തം ചിന്തകൾക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് ചിലപ്പോൾ ശാന്തമായി ഇരിക്കുക, ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇത് മറ്റൊരു രീതിയിൽ ചെയ്യാൻ കഴിയുമോ? ഇത് എങ്ങനെ എളുപ്പമാക്കാം? എൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യാം? എൻ്റെ ജീവിതത്തിൽ എന്താണ് മാറ്റേണ്ടത് എന്ന് സ്വയം ചോദിക്കുക. ഒരു നല്ല ആശയം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റാം. അതുകൊണ്ട് ചിന്തിക്കാനുള്ള സമയം ജീവിതത്തിൽ മാറ്റിവെക്കണം. 9, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. പ്രശ്നങ്ങളിൽ കുടുങ്ങാതെ പരിഹാരം തേടുക. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരാളും ഇല്ല. സാമ്പത്തിക പ്രശ്നം, കുടുംബ പ്രശ്നം, ജോലി പ്രശ്നം, ആരോഗ്യവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ. പക്ഷേ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും പ്രശ്നം വന്നപ്പോൾ അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ്. ഒരു വ്യക്തി പ്രശ്നം വന്നാൽ ചോദിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നത്? മറ്റൊരാൾ ചോദിക്കും, ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം? രണ്ടാമത്തെ ചോദ്യം നമ്മളുടെ സൊല്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു പ്രശ്നം വന്നാൽ ആദ്യം അത് വ്യക്തമായി നിർവചിക്കുക. എനിക്ക് ജീവിതം മോശമാണ് എന്നത് പ്രശ്നത്തിൻ്റെ ഡെഫിനിഷൻ അല്ല. എൻ്റെ മാസ വരുമാനത്തേക്കാൾ ചെലവ് കൂടുതലാണ് എന്നത് വ്യക്തമായ പ്രശ്നമാണ്. അപ്പോൾ പരിഹാരം കണ്ടെത്താൻ കഴിയും. ചെലവ് കുറയ്ക്കണോ? വരുമാനം വർദ്ധിപ്പിക്കണോ? പുതിയ സ്കില്ല് പഠിക്കണോ? മറ്റൊരു ജോലി നോക്കണോ? ഇങ്ങനെ ചിന്തിക്കാം. പ്രോബ്ലമിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നം വലുതാകും. സൊല്യൂഷനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ വഴി കാണാൻ തുടങ്ങും. 10-ാമത്തേത് പീപ്പിൾ ആൻഡ് ഫാമിലി ടൈം. വിജയത്തിൻ്റെ പേരിൽ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തരുത്. സമയം മാനേജ് ചെയ്യുക എന്നത് ജോലി മാത്രം മാനേജ് ചെയ്യുക എന്നല്ല, ബന്ധങ്ങൾക്ക് സമയം വേണം. നമുക്ക് പണം സമ്പാദിക്കാം, കരിയർ വളർത്താം, ബിസിനസ് വളർത്താം, പക്ഷേ കുടുംബത്തിനായി സമയം ഇല്ലെങ്കിൽ ജീവിതം പൂർണ്ണമാകില്ല. നമ്മളുടെ കുട്ടികൾ വളരുന്നത് നാം ശ്രദ്ധിക്കാതെ പോകാം. മാതാപിതാക്കൾക്ക് നമ്മളെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് സമയം ഇല്ലാതിരിക്കാം. ഭാര്യയോടോ ഭർത്താവിനോടോ സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താത്ത ജീവിതം പിന്നീട് വലിയൊരു ശൂന്യതയായി മാറാം. അതുകൊണ്ട് കുടുംബത്തിനായി ക്വാളിറ്റി ടൈം നൽകണം. ഒരേ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ഫാമിലി ടൈം അല്ല. ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരാളുടെ പ്രശ്നം മറ്റൊരാൾ കേൾക്കുക, ഫോൺ മാറ്റിവെച്ച് കുറച്ച് സമയം പരസ്പരം ശ്രദ്ധിക്കുക. ഇതാണ് യഥാർത്ഥ ബന്ധം. ജീവിതത്തിൻ്റെ അവസാനം നമ്മൾ പലപ്പോഴും ഓർക്കുന്നത് എത്ര ഇമെയിൽ അയച്ചു എന്നല്ല, എത്ര പണം സമ്പാദിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ സ്നേഹിച്ച ആളുകളോടൊപ്പം ചെലവഴിച്ച സമയമാണ്. 11-ാമത്തേത് റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ. വിശ്രമവും സമയത്തിൻ്റെ ഭാഗമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. സമയം മാനേജ് ചെയ്യണം എന്ന് കേൾക്കുമ്പോൾ ചിലർ കരുതും അപ്പോൾ എപ്പോഴും ജോലി ചെയ്യണം. അല്ല, വിശ്രമവും പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമാണ്. നമ്മുടെ ശരീരത്തിന് വിശ്രമം വേണം, മനസ്സിനും വിശ്രമം വേണം. നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ കോൺസെൻട്രേഷൻ കുറയും, ഡിസിഷൻ മേക്കിംഗ് മോശമാകും, ക്രിയേറ്റിവിറ്റി കുറയും, സ്ട്രെസ്സ് കൂടും. അതുകൊണ്ട് ഉറക്കത്തിന് പ്രാധാന്യം നൽകണം. ഇടയ്ക്കിടെ വിശ്രമിക്കണം, അവധിയെടുക്കണം, പ്രകൃതിയിൽ സമയം ചെലവഴിക്കാം, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. വേഗത്തിൽ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ കുറച്ച് പതുക്കെ പോകേണ്ടി വരും. ഒരു മൊബൈൽ ഫോൺ പോലും നിരന്തരം ഉപയോഗിച്ചാൽ ബാറ്ററി തീരും. നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ. റീചാർജ് ചെയ്യാതെ നിരന്തരം പ്രവർത്തിക്കാൻ കഴിയില്ല. 12-ാമത്തേത് ക്വയറ്റ് ടൈം. ശാന്തമായി ഇരിക്കാൻ പഠിക്കുക. ഇന്നത്തെ ലോകത്ത് നമ്മൾ എപ്പോഴും ശബ്ദത്തിനിടയിലാണ്. ഫോൺ,
TV, മെസ്സേജസ്, നോട്ടിഫിക്കേഷൻസ്, സോഷ്യൽ മീഡിയ, വാർത്തകൾ. പക്ഷേ കുറച്ച് സമയം പോലും ശാന്തമായി ഇരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദിവസത്തിൽ കുറച്ച് മിനിറ്റെങ്കിലും നിശബ്ദമായി ഇരിക്കുക. സ്വയം ചോദിക്കുക, ഞാനിപ്പോൾ എവിടെയാണ്? എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഞാൻ പോകുന്ന വഴി ശരിയാണോ? എൻ്റെ ജീവിതത്തിൽ എന്താണ് മാറ്റേണ്ടത്? ഇത് മെഡിറ്റേഷൻ ആയിരിക്കാം, പ്രാർത്ഥനയായിരിക്കാം, ശാന്തമായ സെൽഫ് റിഫ്ലക്ഷൻ ആയിരിക്കാം. പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സിന് ശബ്ദത്തിൽ നിന്ന് ഒരു ഇടവേള നൽകുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ചില മികച്ച തീരുമാനങ്ങൾ വലിയ തിരക്കിനിടയിലല്ല, ശാന്തമായ സമയത്താണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ സമയം നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ സമയം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നിങ്ങളുടെ ജീവിതം എങ്ങനെയാകും എന്ന് തീരുമാനിക്കുന്നു. നിങ്ങളുടെ സമയം ലക്ഷ്യങ്ങളിലേക്ക് ഉപയോഗിച്ചാൽ ജീവിതം മുന്നോട്ട് പോകും. നിങ്ങളുടെ സമയം മറ്റുള്ളവരുടെ ഡിസ്ട്രാക്ഷൻസിന് വിട്ടുകൊടുത്താൽ ജീവിതം അവിടെ തന്നെ നിൽക്കും. നിങ്ങളുടെ സമയം പഠിക്കാൻ ഉപയോഗിച്ചാൽ നിങ്ങളുടെ കഴിവ് വളരും. സമയം കുടുംബത്തിന് നൽകിയാൽ ബന്ധങ്ങൾ വളരും. നിങ്ങളുടെ സമയം വിശ്രമത്തിന് നൽകിയാൽ നിങ്ങളുടെ എനർജി വളരും. നിങ്ങളുടെ സമയം ചിന്തിക്കാൻ നൽകിയാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ മെച്ചപ്പെടും. 14-ാമത്തേതും അവസാനത്തേതുമായി പറയാൻ പോകുന്ന കാര്യം ഇതാണ്. നമുക്ക് ഇന്ന് മുതൽ ചെയ്യാവുന്ന 7 കാര്യങ്ങൾ. 1. നിങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എഴുതുക. 5-10 ലക്ഷ്യങ്ങൾ എഴുതേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ എഴുതുക. 2. നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഇന്ന് തന്നെ തീരുമാനിക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിന് പകരം മുൻകൂട്ടി തീരുമാനിക്കുക. 3. 1 മണിക്കൂർ ഡിസ്ട്രാക്ഷൻ ഫ്രീ ടൈം ഉണ്ടാക്കുക. ഫോൺ മാറ്റിവെക്കുക. നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. 4. ദിവസവും കുറച്ച് സമയം പഠനത്തിനായി മാറ്റിവെക്കുക. 15 മിനിറ്റ് പോലും മതിയാകും, പക്ഷേ തുടർച്ചയായി ചെയ്യുക. 5. നിങ്ങളുടെ സമയം എവിടെയാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് കുറിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സമയം കവർന്നെടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. 6. കുടുംബത്തിനായി സമയം മാറ്റിവെക്കുക. സമയം കിട്ടുമ്പോൾ കുടുംബത്തോടൊപ്പം ഇരിക്കാമെന്ന് കരുതരുത്. സമയം ഉണ്ടാക്കി കുടുംബത്തോടൊപ്പം ഇരിക്കുക. 7. വിശ്രമത്തിനും ശാന്തമായ ചിന്തയ്ക്കും സമയം നൽകുക. ജോലി മാത്രമല്ല ജീവിതം, വിജയം മാത്രമല്ല ജീവിതം. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നതും വിജയത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ. പക്ഷേ ആ 24 മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഓരോരുത്തരുടെയും ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഒരുമിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു ദിവസം മാറ്റാൻ തുടങ്ങുക. നിങ്ങൾ ഒരു ദിവസം മാറുമ്പോൾ ഒരാഴ്ച മാറും, ഒരാഴ്ച മാറുമ്പോൾ ഒരു മാസം മാറും, ഒരു മാസം മാറുമ്പോൾ ഒരു വർഷം മാറും. ദയവായി ഈ വീഡിയോ മുഴുവനായും വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഓക്കെ, താങ്ക്